ഷോപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ ബോക്സ് ചോദിച്ചാൽ അവർ തരും കേട്ടോ. അങ്ങനെ ചെറിയ വൈറ്റ് കളറ്, അതേപോലെ അത് കണ്ടോ ലെങ്ത് ഉള്ളൊരു സിൽവറിന്റെ ഒരു ഷീറ്റ്. ഇതാണ് ആദ്യം അവിടെ ഫിക്സ് ആയിട്ട് കാണിച്ചു. പിന്നെ അപ്പൊ ഈ ഒരു ചെരുപ്പിന്റെ ബോക്സിൽ ഷാന മിന്നുവിന് നാളെ മിന്നുവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പബ്ലിഷ് ആക്കുമ്പോൾ ഷാനക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല. കാരണം നാളെയല്ലേ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അതെന്താണെന്ന് കാണിക്കാം. അപ്പം ഇന്ന് സ്കൂൾ പോയിട്ടുണ്ട് കേട്ടോ അവള്. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് മിന്നുവിനെ കാണിക്കാതെ ഞാൻ വരുമ്പോഴേക്കിനും റാപ്പ് ചെയ്ത് വെക്കണം, എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവൾ വരുമ്പോഴേക്കിനും ഇതൊന്ന് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പം ഞാനിത് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ നമ്മൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം ഞാനിതുപോലെ കുറേ ടാപ്പ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെക്കും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമല്ലോ പറഞ്ഞിട്ട്. അപ്പം നമുക്കധികം സമയമാവില്ല എന്നാൽ നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലുള്ള കുഞ്ഞു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം അതുപോലെ ഇങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അത് ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി എടുക്കാമല്ലോ. ഇതൊന്നും ഷോപ്പിൽ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീട്ടിൽ കൊടുന്ന് നമ്മുടെ ഇഷ്ടത്തിന് സാവകാശം ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ളവർക്ക് അത് കാണണം എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പൊതിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ സൗകര്യപ്രദം ഇതിങ്ങനെ ഇരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതാ ഗിഫ്റ്റ് പൊതിയുന്ന ആ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മിന്നുവിൻ്റെ നാളേക്കുള്ള ഷൂ വാങ്ങിച്ചിട്ടുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഷോപ്പിൽ നിന്ന് വേറെ ബോക്സൊന്നും വാങ്ങിയിട്ടില്ല. കാരണം അവർ ചോദിച്ചു ബോക്സ് വേണമെന്ന്. പിന്നെ ഇപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബോക്സ് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ കളറ് ഗിഫ്റ്റ് പേപ്പറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോക്സ് നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ ബോക്സ് ചോദിച്ചാൽ അവർ തരും കേട്ടോ. ഇങ്ങനെ ചെറിയ ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഷൂവിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ പൊതിയുന്ന കണ്ടോ, ഈ പേപ്പർ നമുക്ക് എല്ലാ പേപ്പറിനെ അപേക്ഷിച്ച് ഒരു ഗോൾഡൻ കളർ ഇതുപോലെ ഷൈനിങ് ഉള്ള റെഡ് കളർ പേപ്പറൊക്കെ ആകുമ്പോൾ ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു പാക്കിങ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരാളുണ്ടെങ്കിൽ ഹെൽപ്പിനുണ്ടെങ്കിൽ വലിയ സീനില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഉള്ള കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോലെ കുത്തനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഇത്തിരി കവർ ചെയ്യണതാണ്, കാരണം ഇവിടെ ഇത്തിരി പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ചപ്പലിൻ്റെ ബോക്സൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ടാപ്പ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിവൃത്തി വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്കൊന്നും കൂടെ വൃത്തി തോന്നുന്നത് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സൈഡിൽ ഒരു ടാപ്പ് ഒട്ടിക്കുക, പിന്നെ ഇതിൻ്റെ ഈ ഒരു എൻഡിലും
ഒട്ടിച്ചാൽ മതി. പിന്നെ ഇപ്പം നമ്മൾ വലിച്ച് കീറി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായി ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെയ്ത മെത്തേഡ് വീണ്ടും ഇതുപോലെ ഈ ഒരു സൈഡും കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഫൈനലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫൈനലി നമ്മുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് ഷാന വന്നു കഴിഞ്ഞാൽ ഷാനക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു ബോക്സ് ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന ഒരു ബോക്സ് ആയ കാരണമാണ് ഇവിടെ ഇങ്ങനെ. എന്നാലും പെട്ടെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ആ ഒരു കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ. നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നാളത്തെ ബർത്ത്ഡേക്കുള്ള മിന്നുവിൻ്റെ ഷാനാക്കി കൊടുക്കാനുള്ള ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. താത്താനെ കൊല്ലുവോ മിന്നു? കൊടുക്ക് നീ മിന്നുനെ. നോക്കട്ടെ. വേണ്ട വേണ്ട, കഴുത്തിലിട്ടാ പിടിച്ച് വലിക്കും. സമാധാനായോ മിന്നുവിനോട്? അതിൻ്റെ ഗിഫ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഗിഫ്റ്റും കൂടെ ബാക്കിയുള്ളൂ. റൂമില് ഗോൾഡൻ കളർ. എന്ത് അവിടെ ഇത്രയും വെട്ടാ വെളിച്ചത്ത് വെച്ച് കഴിഞ്ഞാൽ കാണൂലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റാക്കിലല്ലേ ഇരുന്നിരുന്നത്. പിന്നെ ഇവിടെ വരാത്തോണ്ട് നീ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഇത് എവിടെയോ ഒന്ന് കണ്ടു പരിചയം ഉണ്ടല്ലോ വിചാരിക്കും. പിന്നെ ഒളിപ്പിച്ചോ മിന്നുവിന് ഒളിപ്പിച്ചില്ലെങ്കിൽ എന്ത്, ഒളിപ്പിച്ചാലെന്ത്. മിന്നു കയ്യില് കിട്ടി വലിച്ചെറിയാതെ നോക്കണം കേട്ടോ. എന്താ ബിരിയാണിയാണോ? അപ്പൊ ഇതൊരു കർട്ടനാണ് കേട്ടോ. ഫോയിൽ ഫ്രഞ്ച് കർട്ടൻ എന്ന് പറയും. ഇതൊരു സിൽവർ കളറാണ്. അപ്പൊ നമ്മളെ മിനുവിന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും ഇതുപോലൊരു ചെറിയൊരു പിങ്ക് കളറാണ് വാങ്ങിച്ചത്. ഇവിടെ ഗോൾഡൻ കളർ ഉണ്ട്, പക്ഷെ അത് ഷോപ്പിൽ പോയി കണ്ടപ്പോൾ പിന്നെ ഒരു കളറ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് 58 രൂപ എന്തോ ആണ് ഈ ഒരു സംഭവത്തിന്. ഇതിൻ്റെ പ്രൈസ് ടാഗ് തരുമ്പോൾ കാണാനില്ല. പിന്നെ കുറച്ച് ബലൂൺ കേട്ടോ, അധികമൊന്നുമില്ല. ഒരു പിങ്ക്, വൈറ്റ്, പിന്നൊരു ഗോൾഡൻ കളർ പോലത്തെ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം കൂടെ ഉള്ളൂ ഇങ്ങനെ ചെറുതായി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. ഇതോടുകൂടി ഷാനാൻ്റെതായാലും മിന്നുവിൻ്റെതായാലും ഇങ്ങനെയുള്ള ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു പമ്പ് നമ്മളെടുത്ത് മുന്നേ ഉള്ളതാണ്, നമ്മുടെ ബലൂൺ വീർപ്പിക്കാനുള്ള എയർ പമ്പ്. അപ്പം ഈ ഒരു വാളിലാണ് കേട്ടോ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന ആ ഒരു കാണുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വലിയൊരു ഫംഗ്ഷനോ പ്രോഗ്രാമോ അങ്ങനെ ആക്കി എടുത്തിട്ടല്ല. നമുക്ക് ജസ്റ്റ് അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തീമൊക്കെ കാണുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം മാതിരി പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുക്കുക, ഒരു കേക്ക് കട്ടിങ്, അത്രയേ ഉള്ളൂ. എന്താണ്? അപ്പൊ ഷാന സ്കൂൾ വിട്ട് വന്നേക്കാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും ഫുൾ അറേഞ്ച്മെന്റും പിന്നെ നമ്മുടെ ബർത്ത്ഡേന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വലിയൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മുന്നത്തേലൊക്കെ ഞാനങ്ങനെ വെറുതെ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ്, അല്ലാതെ നമ്മള് വീഡിയോ കണ്ടിട്ടോ ഫോട്ടോ കണ്ടിട്ടോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം കണ്ടോ, ഇതൊക്കെയാണ് ആ ഒരു ലെറ്റർ വരുന്നത്. ഒരു പിങ്ക് ആണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഏതോ ഒരു കളർ പോലെ തോന്നുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ലെറ്റർ സൈസും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാനുള്ള ആ ഒരു ത്രെഡും വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, അപ്പൊ ഇങ്ങനൊരു പാക്കറ്റിലാണ്. അതിൻ്റെ ഡെമോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു ഫോണ്ടിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണ്. അപ്പൊ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് ഒരു നൂലിന്റെ അറ്റം കെട്ടാൻ ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഡബിൾ സൈഡ്
ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്നാ വിചാരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ടും അങ്ങനെ ഒട്ടിച്ചെടുക്കാട്ടോ. പിന്നെ ചില ഡബിൾ സൈഡ് ടാപ്പ് വരുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു അമളി പറ്റിയത് നമുക്ക് ചുമരിലൊക്കെ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വാങ്ങിച്ചതിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ തവണ ഷാനന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ടാപ്പ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു പമ്പിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഊതി കഷ്ടപ്പെട്ട് വീർപ്പിക്കേണ്ട, വേഗം വേഗം തന്നെ ആയി കിട്ടും. ജസ്റ്റ് നമ്മൾ ഈ ബലൂണ് ഇതിന്റെ ഒരു അറ്റത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ അതുപോലെ പമ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഞാൻ ഏകദേശം ഒരേ സൈസിൽ തന്നെ വീർപ്പിക്കാനായിട്ട് നോക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ വലിയൊരു ഭംഗി കാണില്ല. ഈ ഒരു സൈസിൽ വീർപ്പിച്ചെടുക്കാന്നാട്ടോ വിചാരിക്കുന്നു. നാളെ ആരുടെ ബർത്ത്ഡേ മിന്നോ? ആരുടെ ബർത്ത്ഡേ? മിന്നൂസ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ. നമുക്കിനി നെക്സ്റ്റ് ഒരു പിങ്ക് ബലൂൺ എടുത്ത് വീർപ്പിക്കാം. അപ്പം എല്ലാം ഈ ഒരു സൈസിലാണ് കേട്ടോ. ഇത് ഒരുപാട് നേരത്തെ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ എയറൊക്കെ കമ്മിയായിട്ട് ഇങ്ങനെ ചുങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തിരി ഗ്ലേസിങ് തോന്നുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ നല്ലൊരു മിനുസ്. ഇനി നമുക്ക് വൈറ്റ് ജസ്റ്റ് ഒന്ന് അതും ഈ ഒരു സൈസിൽ തന്നെ. നമുക്ക് ആ ഗോൾഡൻ കളറിനേക്കാളും വൈറ്റും പിങ്കും ഒന്നും കൂടെ ഒത്തിരി ഗ്ലേസിങ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതുപോലെ ഫുള്ള് വീർപ്പിച്ചെടുക്കണം. അപ്പം 2 ബലൂണ് ഇതുപോലെ ഒന്ന് വീർപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ഇതുപോലെ അടുത്ത ബലൂണും ഇതേപോലെ, ഇതിപ്പോൾ ഇത്തിരി സൈസ് കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റ് ആവുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. ഇതേപോലത്തെ ഒരു പിങ്കും കൂടെ കെട്ടി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതുപോലെ 2 ബലൂണ് വീർപ്പിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒരു ഫ്ലവർ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബലൂൺസിൻ്റെ ആ ഒരു കണ്ടോ ഈ എൻഡ് പോർഷൻ ഒന്നും കാണാതിരിക്കാൻ വേറൊരു കളർ ബലൂണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുഞ്ഞു ഗോൾഡൻ കളർ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് എല്ലാ ബലൂൺസിൻ്റെ ഇടയിലൂടെ എടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടില്ലേ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടി. അപ്പം ഇതേപോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2-3 ഇതുപോലൊരു ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊരു പിങ്ക് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൈറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, പിങ്ക് കളറാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വേറൊരു ബലൂണുമായിട്ട് ഇങ്ങനെ കെട്ടി വെക്കാം കേട്ടോ. നമ്മൾ ആ സെൻറ്ററിൽ ചെയ്ത ബലൂണ് വിട്ടുപോകാതിരിക്കാൻ. ഇത് നമ്മൾ ചുമരിലേക്ക് വെക്കുന്ന ഭാഗമാണ്, അപ്പോൾ അത്ര വലിയ ബോറൊന്നും തോന്നില്ല. ഫ്രണ്ടിലോട്ട് കാണുന്ന ഭാഗത്തല്ലേ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് ബാക്ക് ഭാഗം കണ്ടോ ഇതുപോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പോരില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് വെക്കണമെങ്കിൽ നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് 2 സൈഡിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുമരിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എന്തായാലും ഇനി ടൈമും കാര്യങ്ങളൊന്നും ഇല്ല, വേഗം ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതേപോലെ 3 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വൈറ്റ് കളറ്, അതേപോലെ
അത് കണ്ട ഒരു ഗോൾഡൻ. ഈ സെൻട്രൽ ബലൂൺ ഒന്നുകൂടെ ചെറുതാക്കിയാലോ എന്ന് ഇത് കണ്ടപ്പോഴാണ് തോന്നിയത് കേട്ടോ. ഇത് ഇത്തിരി എയർ കൂടിപ്പോയി. പിന്നെ ഇതാ ഈ ഒരു കളറ്, പിന്നെ നമ്മുടെ പിങ്ക്. അപ്പോൾ ദാ ഒരു 3 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു സിമ്പിൾ വർക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ഇനി ഫോയിലിൻ്റെ ആ ഒരു കർട്ടനും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ബലൂൺസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒരു ഷീറ്റാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഒരു കർട്ടൻ്റെ ഒക്കെ ഒരു ഉണ്ടോ ലെങ്ത് ഉള്ളൊരു സിൽവറിൻ്റെ ഒരു ഷീറ്റ്. ഇതാണ് ആദ്യം അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമുക്ക് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും ബാക്കി നമ്മുടെ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ബലൂൺസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഫൈനൽ ലുക്കും കാര്യങ്ങളും ബർത്ത്ഡേ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്നിനി ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ. കാരണം ഇതൊന്ന് ക്ഷമ വേണം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ ലുക്കുമായിട്ട് കാണാം. പിന്നാമ്പുറ കാഴ്ചയിൽ ഇവരെ കണ്ടിട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തായാണ്. ഷാനപ്പ് സ്കൂളൊക്കെ വിട്ട് വന്ന് കുളി കഴിഞ്ഞു അല്ലേ, ഈറ്റിംഗ് തുടങ്ങി. മിന്നുതാ ദാന്റെ ലിപ്സ്റ്റിക് എടുത്ത് വന്നേക്കണേ. നീ എന്തിനാ ലിപ്സ്റ്റിക് എടുത്തേക്കണേ? നാളെ നിന്റെ ബർത്ത്ഡേ ആണല്ലേ? മിന്നു തന്നെ എന്താ ഈ ചെറിയിലൊക്കെ താത്ത തുടച്ചും കൊടുത്തിട്ടില്ല. അപ്പൊ ഓക്കെ, ഒരാള് നാളെ സ്കൂൾക്കൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ നെക്സ്റ്റ് നമ്മള് ബർത്ത്ഡേ വ്ലോഗുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. ടാറ്റ കാണിച്ചു മിന്നു. അവ അടുത്ത അവ ഒന്നുമില്ല. അപ്പൊ ഓക്കെ ബൈ.